റിയൽമിയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി P1 5G. അതുപോലെ തന്നെ പോക്കോയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ X6 Neo 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P1 5Gയും അതുപോലെ തന്നെ പോക്കോ X6 Neo 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. പോക്കോ X6 Neoയിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇതിൽ 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പോക്കോ X6 Neoയിൽ 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ പോക്കോ X6 Neoയിൽ 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ ഈ ഒരു ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ പോക്കോയിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ ഡ്രാഗൺ ട്രെയിലിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പോക്കോ X6 Neo 5Gയിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് റിയൽമിയിൽ HDRന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോക്കോ X6 Neoയിൽ HDRന്റെ സപ്പോർട്ട് വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ പോക്കോ X6 Neo 5Gയിൽ അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ HDR വീഡിയോ പ്ലേബാക്കിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ റിയൽമിയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പോക്കോ X6 Neo 5Gയിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി പ്രീമിയം ഫീൽ തരിക റിയൽമിയിൽ വരുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. പോക്കോയുടെ വെയിറ്റ് വരുന്നത് 175 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് പോക്കോക്കാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ X6 Neo 5Gക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. പോക്കോ X6 Neo 5Gയുടെ തിക്നെസ് വരുന്നത് 7.69 mm ആണ്. അപ്പോൾ തിക്നെസിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ ഈ രണ്ട് ഫോണുകളിലും IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. പോക്കോ X6 Neo 5Gയിൽ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാന്ന് വെച്ചാൽ റിയൽമിയിൽ വരുന്ന പ്രോസസ്സർ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് ഗെയിമിംഗ്, പെർഫോമൻസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 9 5G ബാൻഡ്സും പോക്കോയിൽ 7 5G ബാൻഡ്സും ആണ് വരുന്നത്. റിയൽമിയിൽ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണൽ ആണ് വരുന്നത്. എന്നാൽ പോക്കോ X6 Neoയിൽ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. പോക്കോയിൽ ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. പകരം 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റിയൽമിയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എടുത്തിട്ടുണ്ട്. എന്നാൽ പോക്കോയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പും റിയൽമിയിൽ വരുന്നുണ്ട്. ഇത് പെർഫോമൻസിനെ ഒന്നുകൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോക്കോയിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ റിയൽമിയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ ഡ്രെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് വെള്ളമായാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫോൺ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ പോക്കോയിൽ ഈ ഒരു ഫീച്ചർ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോക്കോയിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ പോക്കോയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് റിയൽമിയിൽ വരുന്നില്ല. ഈ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പോക്കോയിൽ Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. Android 14 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈ രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. റിയൽമിയിൽ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പോക്കോയിൽ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് റിയൽമി സോഫ്റ്റ്വെയർ ആണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പോക്കോയിൽ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് റിയൽമിയിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പോക്കോയിൽ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൂടിയിട്ടുള്ള ഇമേജസ് ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടിലും ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഫോൺ എടുക്കാം. അല്ല കൂടുതൽ കോൺട്രാസ്റ്റ് കൂടിയിട്ടുള്ള ഇമേജസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പോക്കോയുടെ ഫോണും എടുക്കാവുന്നതാണ്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും രണ്ട് ഫോണുകളും തിരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതിൽ റിയൽമിയിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോക്കോയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണിൻ്റെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. പോക്കോയിൽ ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. പകരം ബേസ് വേരിയന്റിന് തന്നെ 8GB RAM 128GB ഇന്റേണലും വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 15,999 രൂപയാണ്. അപ്പം 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് പോക്കോയിൽ കൂടുതൽ റാമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 18,999 രൂപയാണ്. എന്നാൽ പോക്കോയിൽ ഇങ്ങനെ ഒരു വെർഷൻ വരുന്നില്ല. പോക്കോയിൽ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില 17,999 രൂപയാണ് വരുന്നത്. വിലയുടെ കാര്യത്തിൽ പോക്കോക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 5Gയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ HDR വീഡിയോ പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 സോഫ്റ്റ്വെയർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പോക്കോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു ഇതിൽ പെർഫോമൻസ് എന്നുള്ളതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.